ഓണസ്റ്റ് ടോക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഓണസ്റ്റ് ടോക്ക് എയിം ചെയ്യുന്നത് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, അൺകട്ടായിട്ടുള്ള, ഡീപ്പ് തിങ്കിങ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നേരിടുന്ന ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് അതെങ്ങനെ ബെറ്ററായിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ കുറേ കൂടെ ബെറ്ററായിട്ട് എങ്ങനെ നമ്മുടെ ലൈഫും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഫങ്ഷനിങ്ങും ഇമ്പ്രൂവ് ആക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോങ്ങർ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് ആക്ച്വലി ഓണസ്റ്റ് ടോക്ക് എയിം ചെയ്യുന്നത്. നിങ്ങൾക്കും ഈ ഓണസ്റ്റ് ടോക്കിൻ്റെ ഭാഗമായിട്ട് ഗസ്റ്റായിട്ട് പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ വച്ചിട്ട് നമുക്ക് ഒരു ഡിസ്കഷൻ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ എയിം ചെയ്യുന്നത് ലവ് മാരേജ് വേഴ്സസ് അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് വിനോദ് മൊട്ടവിള എന്ന് പറയുന്ന വ്യക്തിയാണ്. മുമ്പൊരു വീഡിയോയിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് എയിം ചെയ്യുന്നത്. ഇപ്പം ലവ് മാരേജ് വേഴ്സസ് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം 2018 മുതൽ ലവ് മാരേജസ് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2018 93% അറേഞ്ച്ഡ് മാരേജസ് ആണ് ഉണ്ടായിരുന്നത്. അത് 2020 ആയപ്പോൾ 68% കുറഞ്ഞു എന്നാണ് കാണുന്നത്. അതിനുശേഷം 2023 ആയപ്പോഴേക്കും ടയർ 1 സിറ്റികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികൾ, അതിൽ തിരുവനന്തപുരവും കൊച്ചിയും ഉൾപ്പെടുന്നില്ല എങ്കിൽ പോലും തിരുവനന്തപുരവും കൊച്ചി പോലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളും ആ ഒരു ട്രെൻഡിലേക്കാണ് വരുന്നത്. 2023 കണക്കനുസരിച്ച് 44% അറേഞ്ച്ഡ് മാരേജ് കുറയുന്നതായിട്ടാണ് കണക്ക് കാണുന്നത്. ട്രഡീഷണലി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ ലോങ്ങർ ഡ്യൂറേഷൻ ലൈഫ് കൊണ്ടുപോകുന്നതും അറേഞ്ച്ഡ് മാരേജ് ആയിട്ടാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ലവ് മാരേജ് ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് റേറ്റ് വളരെ കൂടുതലായിട്ടാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ലവ് മാരേജിന് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്, അറേഞ്ച്ഡ് മാരേജിന് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിനോദേട്ടനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജുമാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡിലാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻസൊക്കെ കൂടുതലും ലവ് മാരേജസ് പ്രിഫർ ചെയ്യുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു കൂടുതൽ കാലം കമ്മിറ്റ്മെൻറ്റോടുകൂടെ ലോങ് ടേം റിലേഷൻഷിപ്പൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അറേഞ്ച്ഡ് മാരേജിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ആക്ച്വലി? അത് നമ്മൾ പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്നത് അറേഞ്ച്ഡ് മാരേജാണ് പോകുന്നത്. അപ്പം ലവ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പം പുതുതായിട്ട് തുടങ്ങിയ ഒരു സംഭവമല്ല, കുറേ കാലങ്ങളായിട്ടുള്ള സംഭവമാണ്. റേറ്റ് ഇപ്പോൾ കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റി കൂടുതൽ ആൾക്കാരെ കൂടുതൽ ഇത് പ്രചാരത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗമുണ്ട്. സൊസൈറ്റി അത് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആവണം ലവ് മാരേജസ് കൂടി വരുന്നതും. അപ്പോൾ അതിനെ നമ്മളൊരു മോശം ട്രെൻഡായിട്ട് എടുക്കാൻ പാടില്ല. അതിലുള്ള പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോജനം. കാരണം അറേഞ്ച്ഡ് മാരേജ് പല ഭാഗത്തും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പേഴ്സണൽ ചോയ്സും മനുഷ്യൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നൊരു വികാരം ആൾക്കാരുടെ ഇടയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ലവ് മാരേജസിനെയാണ് ഉള്ള പെൺകുട്ടികൾ ഇപ്പം പ്രിഫർ ചെയ്യുന്നത്. അവരുടെ ചോയ്സ്, പേഴ്സണൽ ചോയ്സിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ട്രെൻഡാണ്. ട്രെൻഡ് മാറാം മറിയാം, കൂടാം കുറയാം, ഗുണവും ദോഷവും രണ്ടിനുമുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ക്ലോസ് ടു കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ നേരിട്ടുള്ള അറിവിൽ ലവ് മാരേജസ് കൂടുതലും നടന്നിരിക്കുന്നത് അവരുടെ തന്നെ ഒരു സർക്കിളിൽ നിന്നായിരിക്കില്ലേ? അത് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെയാണ് കൂടുതലും ലവ് മാരേജ് വരുന്നത്. അത് കോളേജ് പഠനകാലം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ കോളേജ് പഠനം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ആദ്യത്തെ 5 വർഷത്തിനകം ഈ ഒരു പീരീഡിലാണ് മനുഷ്യൻ ഒരു ലവ് എന്നുള്ള രീതിയിലോട്ട് വരുന്നത്. മനുഷ്യൻ്റെ ഇടപെടലിൽ കൂടുതൽ ചിലപ്പം കോളേജ് ടൈമിൽ തന്നെ ഇത് ആരംഭിച്ചെന്ന് വരാം. അപ്പം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം. അല്ലാതുള്ളതൊക്കെ ചില ബാലപ്രണയങ്ങളും ചപലപ്രണയങ്ങളുമായിട്ടൊക്കെ നിന്ന് പോകാറുണ്ട്. ചിലത് വളരെ കുട്ടിക്കാലത്തോടുള്ള പരിചയം തന്നെ, ആ പരിചയം പിന്നീട് പ്രണയവിവാഹങ്ങളായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അത് റെയർ കേസായിട്ട് ബാല്യകാല സുഹൃത്തുക്കൾ പിന്നീട് കമിതാക്കളായി വിവാഹിതരായി നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന ആൾക്കാരും ഉണ്ട്.
ഇപ്പം ഈ ചോയ്സ് ആണല്ലോ ആക്ച്വലി പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം. ഈ ചോയ്സ് ഇപ്പം പല പെൺകുട്ടികളും ഡയറക്റ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ അവരുടെ സർക്കിളിൽ നിന്ന് പുറത്തേക്ക്, അതായത് അവരുടെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ ഉള്ള ഒരു കൂടെ വർക്ക് ചെയ്യുന്നവരോ ആ ഒരു കമ്മ്യൂണിറ്റി ആ ഒരു സർക്കിൾ വിട്ടിട്ട് പലരും ഡേറ്റിംഗ് ആപ്പുകളിലേക്ക് പോകുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു മാച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. അത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ മാച്ചിങ് ആപ്പുകൾ, അതായത് ഈ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ തന്നെ കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ട് എയിം ചെയ്യുന്നത്. പല ടൈപ്പ് ആപ്പുകൾ ഇന്ത്യയിലുണ്ട്, പല കാറ്റഗറി വെച്ച് അത് തിരിച്ചിട്ടുമുണ്ട് എന്നാണ് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷെ കൂടുതലും പെൺകുട്ടികൾ പറയുന്നത്, നൈവായിട്ടുള്ള പല പെൺകുട്ടികളും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് മാച്ചിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആദ്യമൊക്കെ ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ നൈസായിട്ടുള്ള ഗുഡ് ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ മറുസൈഡിൽ നിന്നുണ്ടാകുമെങ്കിലും സബ്സിക്വൻ്റ്ലി ഇവരുടെ ഒരു കാഷ്വൽ സെക്ഷൽ ഇൻട്രസ്റ്റിലേക്ക് ഇവർ ചെല്ലുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ അത് ആക്ച്വലി വളരെ ഭയാനകമായ സിറ്റുവേഷൻ അല്ലേ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ മാരേജിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു ഡേറ്റിംഗ് ആപ്പുകളിലേക്ക് പോകുന്നത്. പക്ഷേ അവർക്ക് അവരുദ്ദേശിക്കുന്ന മാച്ച് കിട്ടുന്നുമില്ല ആക്ച്വലി. അത് മാത്രമല്ല, അവർ വലിയ രീതിയിലുള്ള ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ച് ഇപ്പം പുതിയതായിട്ട് വന്നൊരു സാധനമാണ്. ഇന്ത്യയിലിപ്പം അല്ലെങ്കിൽ കേരളത്തിലിപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളതായിട്ടാണ് കേട്ടിട്ടുള്ളത്. അപ്പം നേരിട്ട് ഇതുമായിട്ട് ഇടപെട്ടിട്ടുള്ള ആൾക്കാർ പറയുന്നതനുസരിച്ചും നമ്മുടെ മുമ്പ് മാരേജ് ബ്യൂറോകൾ അല്ലെങ്കിൽ മാരേജ് സൈറ്റുകൾ, ഇൻ്റർനെറ്റ് സൈറ്റുകൾ എന്തൊക്കെയാണോ പ്രൊവൈഡ് ചെയ്തിരുന്നത് അതിനപ്പുറമുള്ള ആവശ്യങ്ങളാണ് ഡേറ്റിംഗ് ആപ്പുകൾ. കുറേ കൂടെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഫ്രീഡം പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതും കൂടുതൽ വൈഡായിട്ടുള്ള ചോയ്സാണ് ആൾക്കാർ നോക്കുന്നത്. പേരിന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു മാരേജാണ് നോക്കുന്നതെന്ന് പറയാമെങ്കിലും അവർ ടെമ്പററി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലും അതിൻ്റെ ക്യൂരിയോസിറ്റിയിലുമാണ് ആൾക്കാർക്ക് താല്പര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോർമലി മാരേജ് പോകുന്ന ഒരാൾക്കാർ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ബ്രോക്കർമാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ മാരേജ് ബ്യൂറോകളും മാരേജ് സൈറ്റുകളും കൊടുക്കുന്ന ചോയ്സ് ഉണ്ട്. അതൊക്കെ വളരെ വൈഡായിട്ടുള്ള ചോയ്സാണ്. അതിൽ തന്നെ ജാതി മതം എന്നുള്ള രീതിയിൽ തിരിച്ചുള്ള സൈറ്റുകളിലൂടെ തന്നെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മറ്റ് സൈറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കൺട്രോൾഡാണ്. ചാറ്റുകളിൽ അവർ പേഴ്സണലായിട്ട് ഉണ്ടെങ്കിൽ പോലും അവരുടെ കോണ്ടാക്ട്സും ഇതെല്ലാം ഒന്ന് നിയന്ത്രിച്ച് പോകുന്ന ഇതാണ്. അപ്പം നമ്മുടെ പൈസ കൊടുത്തിട്ടാണ്, ഫീസ് വാങ്ങിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൺട്രോളിംഗ് ആണ്, അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇടപെടലുകളൊക്കെ. പിന്നെ പേഴ്സണലായിട്ട് ഫോൺ നമ്പർ കിട്ടിയതിന് ശേഷം ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നു എന്നുള്ളത് പലതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നതൊന്നുമല്ല. വീട്ടുകാരോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും ചിലപ്പം ഈ ഫോൺ നമ്പർ പോലും മാനേജ് ചെയ്യുന്നത് മാട്രിമോണിയൽ സൈറ്റുകളിൽ. അപ്പോൾ അതിനൊരു സെക്യൂരിറ്റി ഉണ്ട്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികളല്ല മിക്കവാറും ഇത് മാനേജ് ചെയ്യുന്നത്. എനിക്കറിയാൻ പറ്റിയത് മറ്റേ ആൾക്കാർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ആൺകുട്ടികളിൽ ഒരു 30 വയസ്സിന് ശേഷമുള്ള ആൺകുട്ടികളാണെങ്കിൽ അവർ തന്നെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത്. പക്ഷേ ഡേറ്റിംഗ് ആപ്പുകളെല്ലാം ഡയറക്റ്റ് ആണ് ഇൻവോൾവ്മെൻറ്റ്. ഇപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആണുങ്ങൾ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ആണ്. അവരുടെ പേഴ്സണൽ നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും അവർ ഇതിലോട്ട് പോകുന്നതും നെറ്റിലോട്ട് പോകുന്നതും കോൺടാക്റ്റിലോട്ട് വരുന്നതും. പിന്നെ അതിൻ്റെ സ്വഭാവം മാറുന്നു എന്നുള്ളത് പിന്നെ അവരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഇതൊരു ഇപ്പം വിദേശത്തുള്ളത് പോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകളുടെ ഉപയോഗമല്ല ഇന്ത്യ. അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്ച്വലി പെൺകുട്ടികൾ പലരും വിചാരിക്കുന്നത് വെസ്റ്റേൺ കൺട്രീസിലുള്ള അതേ പർപ്പസാണ് ഇന്ത്യയിൽ ഡേറ്റിംഗ് ആപ്പ് സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി ഇന്ത്യയിൽ സംഭവിക്കുന്നത്. അതെ, അത് സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഇടപെടുക എന്നുള്ളത് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനം. അതാണ് കൂടുതലും ഒരു പർപ്പസ് ആയിട്ട് അങ്ങനെയുള്ള സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് വരിക, ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് വരിക, വേണമെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിലോട്ട് തന്നെ പോകാം എന്നുള്ള തരത്തിലാണ് ആൾക്കാരുടെ ചിന്തയാണ്. അതുവരെ പോകണ്ട എന്നായിരിക്കും ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ പലപ്പോഴും അതൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം വിവാഹം എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടല്ല പലരും അതിലോട്ട് പോകുന്നത്. തുടക്കം അത് തന്നെയാണെങ്കിലും ക്രമേണ അവർക്ക് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം പലപ്പോഴും ഡേറ്റിംഗ് ആപ്പുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാറ്റിംഗ് ആണല്ലോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം മാരേജിന് മുന്നേ സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തേക്ക് പോകുക, അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാരേജിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ
മാരേജ് ഒരു പുതുമയില്ല ഉണ്ടാവില്ലല്ലോ പലപ്പോഴും. ഇപ്പം ലവ് മാരേജസ് ആണ് കൂടുതലും ഡിസൊല്യൂഷൻ റേറ്റ് കൂടുതലായിട്ട് പറയുന്നത്. അതിനൊരു കാരണം അവർക്ക് ഫ്രീഡം ഉണ്ടെന്നുള്ളതാണ്. കാരണം ലവ് മാരേജ് ചൂസ് ചെയ്യാൻ അവർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിസോൾവ് ചെയ്ത് പോകാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ മാരേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെഡ്ഡിങ് എന്ന് പറയുന്ന സെറമണി ഇവർക്ക് പുതുതായിട്ടൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പലരും മാരേജിന് മുന്നേ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്നതുകൊണ്ട് ലവ് മാരേജ് ആ വെഡ്ഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പുതുമയും ആ രണ്ട് വ്യക്തികൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് പകരം മാരേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെഡ്ഡിങ് എന്ന് പറയുന്നത് ഒരു അവേർഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് സൈക്കോളജിക്കലി അനലൈസ് ചെയ്യുമ്പം തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരാളെ പരിചയപ്പെടുകയാണ്, അവരുമായിട്ട് ഇഷ്ടത്തിലാവുകയാണ്, ഇമോഷണലി അറ്റാച്ച്ഡ് ആവുകയാണ്, ഇൻറ്റിമസി വരികയാണ്, സബ്സിക്വൻ്റ്ലി ഫിസിക്കൽ ആയിട്ടുള്ള ഇൻറ്റിമസി വരികയാണ്, സെക്ഷൽ റിലേഷൻഷിപ്പിനകത്തേക്ക് പോവാണ്, അതിനുശേഷം മാരേജിനകത്തേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെഡ്ഡിങ് കഴിയുമ്പോൾ ആക്ച്വലി റെസ്പോൺസിബിലിറ്റി മാത്രമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് അങ്ങ് മാറുകയാണ്. അപ്പോഴേക്കും ഈ അവേർഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അല്ലാതെ ഒരു ട്രഡീഷണൽ മാരേജിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ന്യൂനെസ്സോ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ ആയിട്ടുള്ള ഒരു യുണീക്നെസ്സോ ഒന്നും തന്നെ വെഡ്ഡിങ് എന്ന് പറയുന്ന ഒരു സെറമണിക്ക് ശേഷം അവർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചേട്ടൻ്റെ ഒരു ചിന്തയും കാഴ്ചപ്പാടും എന്താണ്? അതൊരു പ്രധാന പോയിന്റാണ് ഈ പറഞ്ഞ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ലവ് മാരേജ് പരാജയപ്പെടുന്ന പലപ്പോഴും ഇതേപോലുള്ള കാര്യങ്ങളിലാണ്. കാര്യം നമ്മുടെ അപരിചിതത്വം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. അതെ, ഇപ്പം നമുക്കറിയാത്ത ഒരാളിനെ സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെടാനുള്ള ഒരു മൂവ്മെൻറ്റ് ഇമോഷൻസ് ആൾക്കാരുടെ ഇടയിൽ കൂടുതലുണ്ട്. കൂടുതൽ അറിയുക എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ അമിത പരിചയമായി കഴിയുമ്പോൾ ഇത് ഉറപ്പുണ്ടാക്കുമെന്നാണ്. നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ആളിനേക്കാളും കൂടുതൽ അറിയാത്ത മേഖലകളായിരിക്കും. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വരുന്നതോറും ഒരു മനുഷ്യൻ രണ്ടുപേരും തമ്മിൽ ഇടപെട്ട് വരുന്നതോറും അമിത പരിചയം ഉറപ്പുണ്ടാക്കും. ആ വെറുപ്പിനെ ഓവർകം ചെയ്യാൻ അവരുടെ ലവിന് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. അത് വിവാഹത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ വളരെയധികം അടുത്ത് കഴിഞ്ഞിരിക്കും, 1-2 വർഷം. അപ്പം പരസ്പര സ്നേഹം കൊണ്ടോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും അല്ല ചിലപ്പോൾ അവർ വിവാഹത്തിൽ തന്നെ എത്തുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിർബന്ധിച്ചിട്ടായിരിക്കും ഈ വിവാഹത്തിലോട്ട് എത്തുന്നതന്നെ. രണ്ടുപേരും ഓക്കെ ആയിട്ട് എത്തുന്ന വിവാഹങ്ങൾ വളരെ കുറവാണ്. അതെ, അവർക്കൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു അർജിന്റെ പുറത്ത് എത്തുന്നത് മ്യൂച്വലി ഉള്ളത് കുറവാണ്. ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് പ്രഷർ ചെയ്തിട്ടായിരിക്കും പല ലവ് മാരേജസും നടക്കുന്നത്. കാരണം പലപ്പോഴും ഇവർ ബ്രേക്കപ്പ് ആവുകയും ഡ്രോബാക്ക് സിൻഡ്രം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഡ്രോബാക്കിനെ എങ്ങനെ അവർ അതിജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ് കുറച്ചുണ്ടാവും. പിന്നെ ഇൻസെക്യൂരിറ്റി അവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞു. അപ്പം ചിലവരുടെ ധാർമ്മിക ബോധം അവർക്കിനി വേറെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ ചിലർക്ക് പറ്റാതെ വരും. അതിപ്പം ആണായാലും പെണ്ണായാലും ചിലർക്ക് പറ്റാതെ വരും. അപ്പോൾ വേറൊരാളിനെ ഇത് ചിലപ്പം അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം കൂടുതലും പെൺകുട്ടികളായിരിക്കും ഇത് കൂടുതൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ നോക്കുന്നത്. ആണുങ്ങൾ മിക്കവാറും ഒക്കെ വിഡ്രോ ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. തിരിച്ചും സംഭവിക്കാറുണ്ട്. അത് ആൾക്കാരുടെ മോറൽ വാല്യൂസും പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റും ഒക്കെ അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും അത് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ലവ് മാരേജസ് കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ പറയുന്ന ന്യൂനെസ് എന്ന് പറയുന്ന ഒരു സാധനം അതിൽ പോയി കഴിഞ്ഞു. ആ ഒരു ക്യൂരിയോസിറ്റി പോയി കഴിഞ്ഞു. പിന്നെ അവർ ഒരു വെഡ് ലോക്കിലോട്ട് വന്നു കഴിഞ്ഞു. ആ ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ വിട്ടുപോകാനുള്ള പ്രയാസമാണ്. രണ്ടുപേരും ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. പിന്നെ ലവ് മാരേജസ് പലപ്പോഴും വീട്ടുകാരെയൊക്കെ എതിർപ്പോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടായിരിക്കും ലവ് മാരേജിലോട്ട് വരുന്നത്. ചിലത് അവർ സ്വന്തമായിട്ട് തന്നെ തീരുമാനമെടുത്തിട്ടാണ് ലവ് മാരേജിലോട്ട് വരുന്നത്. വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നു, ചിലപ്പോൾ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യായിരിക്കും. അങ്ങനെയെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമായിരിക്കും. ഈ സുഹൃത്തുക്കൾക്ക് അധികം കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അതെ, ഒരു ടെമ്പററി ആയിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഒരിക്കലും ഫ്രണ്ട്സിന് ഉണ്ടാവില്ല. കാരണം ആ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് രൂപപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഉള്ള ആ പ്ലാറ്റ്ഫോമിന്റെ ഫലമായിട്ടായിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ അനുസരിച്ച് പെട്ടെന്ന് ആൾക്കാർ ഫ്രണ്ട്സ് ആവും. പക്ഷേ ലോങ് ടൈം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പൊ ഇനി ഇപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു ജോലി സ്ഥലം മാറുമ്പോൾ ആ ഫ്രണ്ട്സിന്റെ സർക്കിളും മാറും. അതിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരു 10 ഫ്രണ്ട്സിൽ ഒരാൾ മാത്രമായിരിക്കും പിന്നെ കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പം ഈ ഒരു കമ്മിറ്റ്മെന്റ് ഈ ലവ് മാരേജിലും കുറവുണ്ട്, അതിനെ ബാധിക്കുന്നുണ്ട്. കാരണം ഇവർ എവിടെയെങ്കിലും ഒരിടത്ത് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടോ ആയിരിക്കും ഇവർ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരിനി വേറെ 2 സ്ഥലത്താവുമ്പോൾ, മാരേജിന് ശേഷം തന്നെ വേറെ 2 സ്ഥലത്താവുകയാണെങ്കിൽ ഈ ലവിലും കമ്മിറ്റ്മെൻറ്റിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വരും. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനും അത് കുറയ്ക്കും. പുതിയ ഫ്രണ്ട്സ് കിട്ടും. പിന്നെ അവർ പുതിയ ആൾക്കാരെ കമ്പയർ ചെയ്യാൻ തുടങ്ങും.
അപ്പം ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നില്ലേ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. രണ്ട് പാർട്ട്നേഴ്സും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കമ്പയർ ചെയ്ത് ഏറ്റവും ബെറ്റർ കിട്ടുന്ന ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഒരാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരാളിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു പാർട്ട്ണർക്ക് കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ പിന്നെ അതുവരെ നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മൾ ഒരാൾ നോക്കുന്നത്. ഇപ്പം ലവ് മാരേജിൽ ലവ് ആയിരിക്കുമ്പോൾ, പ്രണയത്തിലായിരിക്കുമ്പോൾ എന്ത് കുറ്റവും കുറവുണ്ടെങ്കിലും അതൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇമോഷണലി ആയിരിക്കും അവർ ഡിസിഷൻ എടുക്കുന്നത് അതെല്ലാം. അപ്പം ഈ കുറവുകളൊക്കെ അവർ പെട്ടെന്ന് കവർ ചെയ്ത് പോകും. ആ ഉള്ള സ്നേഹം, ആ ഇൻറ്റിമസി എന്ന് പറയുന്നത് ന്യൂനതകളൊക്കെ അങ്ങ് കുറവ് ചെയ്ത് പോകും. പക്ഷേ ഇത് കല്യാണത്തിന് വിവാഹത്തിലെത്തിയതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈലൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നേരത്തെ തന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും സോഷ്യൽ അക്സെപ്റ്റൻസും ഒക്കെ കുറവായിരിക്കും. ആ കുറവുകളൊക്കെ പിന്നെ പുറത്തോട്ട് വരുന്ന ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ല എങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കും. ആ സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോഴാണ് പിന്നെ ഇത് വിവാഹമോചനത്തിലോട്ടൊക്കെ പോകേണ്ട അവസ്ഥ വരുന്നത്. കൂടുതലും വർക്കിംഗ് വുമൺ ആണ് ഇത് കൂടുതലും വിവാഹമോചനത്തിലോട്ട് പോകേണ്ട ചാൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാർ. കാരണം ഇപ്പോൾ മെയിൽസ് എപ്പോഴും ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അവരായിരിക്കും ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി സോഴ്സ് ഓഫ് ഇൻകം, പെർമനൻ്റ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ള പെൺകുട്ടികളും പിന്നെ ഇതിനെക്കുറിച്ച് മാറി ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു ജീവിതത്തിലോട്ട് വരുമ്പോൾ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരും. രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ എയിം ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ചിലപ്പം രണ്ടുപേരുടെയും എയിം ചിലപ്പം ഡിഫറെൻ്റ് ആയിപ്പോകും കല്യാണത്തിനെത്തിയതിന് ശേഷം. അപ്പോൾ അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും, വഴക്കുണ്ടാവും. അത് ചിലപ്പോൾ പിന്നെ തർക്കത്തിലോട്ട് വരും. അപ്പോൾ ഇവരെ സോൾവ് ചെയ്യാൻ വേണ്ടിയൊന്നും വേറെ ആൾക്കാരോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒന്നും ഉണ്ടായെന്ന് വരില്ല. അറേഞ്ച്ഡ് മാരേജിലാവുമ്പോൾ ഇതിനെയൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം, കറക്റ്റീവ് സിസ്റ്റം വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇടപെടും. അപ്പോൾ അതിനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പോകും. പിന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു സാധനത്തിൽ പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ ഒരാർക്കും തോന്നാറില്ല. വില്ലിങ്നെസ് കുറവായിരിക്കും. ഇപ്പം സ്വന്തമായിട്ട് തീരുമാനം എടുത്തത് അപ്പം ഞാനാണല്ലോ ഇതിലോട്ട് പോയത്, അപ്പം എനിക്ക് തന്നെ വേണ്ടാന്ന് തീരുമാനം എടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അങ്ങനെ ഒരു ഡിസൊല്യൂഷനിലോട്ട് പോകാറും ഉണ്ട്. ഇപ്പം ഈ ഫോൾ ഇൻ ലവ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആക്ച്വലി റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തേക്ക് വീണു പോകുന്നതാണെന്നാണ് പലരും നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്നത്. പക്ഷേ ഞാനത് എത്രത്തോളം എഫക്റ്റീവും അല്ലെങ്കിൽ യൂസ്ഫുള്ളും ബെനിഫിഷ്യലും ആണ് ആ ടേം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം പലരും പറയുന്നത് അവർ ലവ് മാരേജിനകത്തേക്ക് പോകുന്നത് ജാതിയോ മതമോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഒന്നും നോക്കാതെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിനകത്തേക്ക് പോകുന്നതിനിടയിലുള്ള ലൈൻ വളരെ തിന്നായിട്ടാണ്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിലിനും ഫീമെയിലിനും ഒരിക്കലും ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാൻ പറ്റില്ല. അതൊരു ഫാക്ച്വൽ ആയിട്ടുള്ളൊരു നാച്ചുറൽ ട്രൂത്താണ്. ബിയോണ്ട് എ സെർട്ടൺ ലിമിറ്റ് ഏതെങ്കിലും ഒരാൾക്ക് അവരുടെ ഇടയിൽ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുള്ള താല്പര്യം ആരെങ്കിലും ഒരാൾക്ക് വരുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു മെയിലും ഫീമെയിലും തമ്മിലൊരു റിലേഷൻഷിപ്പ്, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് ഒരുപാട് ക്ലോസ്ഡ് ആവുമ്പോൾ ഒബ്വിയസ്ലി ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫോൾ ഇൻ ലവ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ ആളിനെ ചൂസ് ചെയ്യുന്നത് അല്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ 3 പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമുകളിലാണ് 3 പേരും റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്കൗട്ടായില്ല. അതിനുശേഷം ആണ് ഫോർമലായിട്ടുള്ള മാരിറ്റൽ ലൈഫ് റിലേഷൻഷിപ്പിനകത്തേക്ക് വന്നത്. അത് അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളതിനേക്കാൾ ഉപരി സെമി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എൻ്റെ മാരിറ്റൽ ലൈഫിൽ വർക്കൗട്ടായെന്ന് പറയാം. എന്താണ് സെമി അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ളൊരു പ്രോസസ്സിൽ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ 3 റിലേഷൻഷിപ്പിലും ആളെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനകത്ത് ഒരു ആംബിഗ്വിറ്റി ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്ത്യൻ റിലീജിയനിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു എല്ലാ ആൾക്കാരും. അപ്പോൾ ആ ഒരു സിമിലാരിറ്റി പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ആക്ച്വലി. അതായത് ആ ഒരു ചോയ്സ്
ആ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിമിലാരിറ്റീസ് കൂടുമ്പോഴാണല്ലോ ആക്ച്വലി ഡിസൊല്യൂഷൻ ചാൻസ് കുറയുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് ആക്ച്വലി ഈ ഫോൾ ഇൻ ലവ് എന്ന് പറയുന്ന പ്രോസസിനെ കുറിച്ച് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഫോൾ ഇൻ ലവ് എന്നുള്ളത് നമ്മൾ ഏത് പ്രായത്തിലാണ് ലവിലോട്ട് പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സ്കൂൾ ടൈമുകളാണെങ്കിലും ഇപ്പോൾ നമുക്ക് പലർക്കും കാണാൻ പറ്റുന്ന UP സ്കൂളിലോ LP സ്കൂളിലോ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും പ്രണയത്തിലോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. മുൻപത്തെ പോലെയല്ല. ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്, ഓരോരുത്തർക്ക് പേഴ്സണാലിറ്റി ഉണ്ട്. കുഞ്ഞു കുട്ടികൾ പോലും അവരോരോ പാർട്ട്ണറെ സെലക്ട് ചെയ്യാറുണ്ട്. അതിന് അവർക്ക് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല, എന്തോ കാരണങ്ങൾ കൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നു. അവർക്ക് ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ UPയിലോ LPയിലോ ഹൈസ്കൂളിലോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോളേജിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൽ, ഒരു 17 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രായത്തിൽ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ചോയ്സുകൾ വരാൻ തുടങ്ങും. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മളെ ഹാപ്പി ആക്കുന്നത് എന്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്പോസിറ്റ് സെക്സിൽ നിൽക്കുന്ന ഒരാളിൻ്റെ കുറേ ക്യാരക്ടേഴ്സ്, ഫീച്ചേഴ്സ് നമ്മളെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ചിലർക്ക് ആരുടെയെങ്കിലും ഒക്കെ ഒരു കെയറിങ് ആയിരിക്കാം, ചിലർക്ക് ഭംഗിയായിരിക്കാം, ചിലപ്പം അവരുടെ ഒരു ചിരിയായിരിക്കാം, ചിലപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ആരുടെയെങ്കിലും പേഴ്സണാലിറ്റി നമുക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പം ആ ചോയ്സ് വരുമ്പോൾ ചിലർ നേരത്തെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതായത് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് പോലും ചില ആൾക്കാർ ജാതി, മതം, സാമ്പത്തിക സ്ഥിതി എന്നുള്ള അടിസ്ഥാനമാക്കിയിട്ട് തന്നെ ആയിരിക്കും ചില ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് തന്നെ. പിന്നെ പലപ്പോഴും എതിർലിംഗത്തിലുള്ള ആൾക്കാരെ ചോയ്സ് ചെയ്യുന്നത് പോലും വളരെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഫ്രണ്ട്സ് ആക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവരുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അതായിരിക്കും അവരെ കൂടുതൽ സ്വാധീനിക്കുന്നത്, കണക്ട് ചെയ്യുന്ന ഒരു ഘടകം ഉണ്ടാവുമല്ലോ. തീർച്ചയായും. അപ്പം ഇപ്പം ഒരേപോലെയുള്ള ആണുങ്ങളും ഫ്രണ്ട്സ് ആണെങ്കിൽ അതിൽ പല ജാതി പല മതം എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. കാരണം അവർക്ക് തമ്മിൽ വലിയ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, അവർ മാരേജിലോട്ട് എത്തണമെന്ന് പോലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പിൽ പോലും നമ്മുടെ ഈ ക്രൈറ്റീരിയ കവർ ചെയ്തിട്ടാണ് ഈ സർക്കിൾ ചെയ്ത് വരുന്നത് കാണുന്നത്. അപ്പം ഈ ഫസ്റ്റ് ലൈൻ ഓഫ് സർക്കിളിൽ നിന്ന് തന്നെ ആയിരിക്കും കൂടുതലും പിന്നെ ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നത് തന്നെ. പിന്നെ അപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ലവ് ഉണ്ടാവാറുണ്ട്. ചിലപ്പം ഒരാളിനെ കണ്ട് ചിലപ്പം ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് അവരുടെ എന്തെങ്കിലും ഒരു കാര്യം അവരെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവാം. ഫസ്റ്റ് അപ്പിയറൻസ് തന്നെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, എന്തെങ്കിലും ഒരു പ്രത്യേകത. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരാളിനെ കാണുമ്പോൾ ഓരോരുത്തർക്ക് കാണുമ്പോൾ ഓരോ വൈബാണ്. അപ്പോൾ ആ വൈബ് എന്താണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വീണ്ടും പിന്നെ ഈ ആളിനെ തന്നെ വീണ്ടും കാണുമ്പോൾ അവർക്ക് കൂടുതൽ അന്ന് വെറുതെ കൊള്ളാൻ തോന്നിയായിരിക്കും. പിന്നീട് കാണുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് അവരോട് ഒരു താല്പര്യം ഉണ്ടാവുന്നത്. പിന്നെ അവരെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ സ്ട്രേഞ്ചർ ആയിരുന്നു, അന്വേഷിക്കുമ്പോൾ ഇവർക്കറിയാവുന്നതും ഇവരുടെ സാഹചര്യവും ഒക്കെ ഒത്തുപോവുകയാണെങ്കിൽ പിന്നെ ഇവരുടെ ഒരു സക്സസ് ചാൻസ് എന്ന് പറയുന്നത് കൂടുതലെന്ന് ഇവർ വിചാരിക്കും. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാനും അവരുമായിട്ട് ഇടപെടാനും ഒക്കെ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു ലവിലോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ വേറെ അത് വളരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നിട്ട് ക്രമേണ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പെട്ടെന്ന് ലവ് ഫോം ചെയ്യാറുണ്ട്. അതിനെയൊക്കെ വേണമെങ്കിൽ ഫാൾ ഇൻ ലവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അവിടെയും നമുക്കൊരു വോളണ്ടറി കൺട്രോൾ ഉണ്ടല്ലോ ആക്ച്വലി. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ എടുക്കുന്ന ഒരു കോൺഷ്യസ് ഡിസിഷൻ തന്നെയാണ് ആക്ച്വലി ആളുടെ കൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങണോ വേണ്ടയോ എന്നുള്ളത്. അത് വോളണ്ടറി ആയിട്ട് എടുക്കുന്ന തീരുമാനം തന്നെയാണ്. ഇതൊന്നും മനുഷ്യൻ അറിയാതെ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെ. പക്ഷേ അവർ വിചാരിക്കുന്നത് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ക്രമേണ ഒരു പരിധി കഴിഞ്ഞിട്ടാണ് അവർ റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുന്ന ആൾക്കാർ. അതുവരെ നമ്മൾ കൺട്രോളിൽ തന്നെയാണെന്നായിരിക്കും വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇവർ സ്വന്തമായിട്ട് കൺട്രോളല്ല, മറ്റൊരാളുടെ കൺട്രോളിലോ അല്ലെങ്കിൽ ഇവരെ തന്നെ ഇമാജിനറി ആയിട്ട് ഇവർ തന്നെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം. ഇപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം, ഇപ്പം റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണെങ്കിലും മറ്റേ ആളിനോട് പറയുന്നതോടുകൂടെ ആണല്ലോ ആക്ച്വലി ആ റിലേഷൻഷിപ്പ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടക്കുന്നത്. പക്ഷെ ആ പറയുന്നതാണല്ലോ ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റാളിലേക്ക് എത്തുകയും പിന്നെ അത് വേണോ വേണ്ടയോ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസ്കഷനിലേക്ക് വരുന്നത്. അപ്പോൾ ആ പറയുന്നത് ആക്ച്വലി നമ്മുടെ കൺട്രോളിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പറയുന്നത് പ്രപ്പോസ് ചെയ്യുന്നത് തികച്ചും ഒരാളുടെ കൺട്രോളിൽ തന്നെയാണ്. അതെ അതെ അതെ. കാരണം ഒരിക്കലും നമുക്ക് അങ്ങനെ അതിലല്ല. പക്ഷേ പ്രപ്പോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അതിന് മുന്നേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമല്ലോ, സ്വന്തമായിട്ട് തീരുമാനിക്കും. ഞാൻ എന്ന് പ്രപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സിഗ്നൽ കിട്ടിയതിന് ശേഷം മതിയോ, അല്ലെങ്കിൽ എന്നാണ് ഞാൻ പ്രപ്പോസ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നില്ല വോളണ്ടറി ആയിട്ടാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചെന്ന് വരാം, അവരെ ഡിസ്കസ് ചെയ്തെന്ന് വരാം. പിന്നെ ഒരേ സമയം രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായിട്ട് കുറഞ്ഞൊരു കേസാണ്. ആരെങ്കിലും ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നു, മറ്റേ ആൾ ചിലപ്പോൾ ആദ്യം റിജക്ട് ചെയ്തെന്ന് വരാം.
അത് കഴിഞ്ഞ് അവർ വീണ്ടും കോൺടാക്റ്റിലായി എന്ന് വരാം, പിന്നെ എപ്പോഴെങ്കിലും മറ്റേ ആൾക്കും ഓക്കെ ആണെന്ന് തോന്നാം, പിന്നെ അവർ റിലേഷൻഷിപ്പിലോട്ട് വരാം അല്ലെങ്കിൽ ലവിലോട്ട് വരാം എന്നുള്ള രീതിയാണ് കൂടുതലും കണ്ടുവരുന്നത്. അതെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് എനിക്കിപ്പോൾ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഫോൾ ഇൻ ലവ് എന്ന് പറയുന്നത് തോട്ട് ലെവലിൽ ചിലപ്പോൾ എന്താ പറയുക ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്നതും ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഫോൾ ഇൻ ലവ് ഇൻ ആക്ഷൻ അതെന്ന് പറയുന്നത് ഒരിക്കലും സ്പോണ്ടേനിയസ് അല്ല. നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിലൂടെയോ ആണ് ആക്ച്വലി അത് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ പിന്നിലൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനും എല്ലാം തന്നെ ഒരു റാഷണൽ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ള വാസ്തവമാണ്. അതുകൊണ്ട് ഞാൻ അറിയാതെ പെട്ടുപോയി അല്ലെങ്കിൽ വീണുപോയി അബദ്ധം പറ്റിയതാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു മീനിങ്ങും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തുടക്കത്തിലും തീരുമാനം എടുക്കുമ്പോൾ എല്ലാം ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും ആൾക്കാർ തീരുമാനം എടുക്കുന്നത്. അവരുടെ സുഹൃത്തുക്കളോട് സപ്പോർട്ടും ചോദിക്കാറുണ്ടല്ലോ. പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് പലരും സ്വീകരിക്കാറുണ്ട്. എന്നാൽ ചില കേസിൽ ചിലപ്പോൾ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനോ അമ്മയോട് പോലും ഇങ്ങനെ ഒരു ഗൈഡൻസ് ആവശ്യപ്പെടുന്ന സമയം ചില ആൾക്കാരിലുണ്ട്. അത്രയും കമ്മ്യൂണിക്കേഷൻ ഉള്ള വീടുകളിൽ ഉണ്ടാവും. അല്ലാത്ത സമയത്തെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ് സഹായിക്കുന്നത്. ചിലർ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയും, ചിലർ സപ്പോർട്ട് ചെയ്യും. നിനക്കത് ചേരില്ല അല്ലെങ്കിൽ അവൾ നിനക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തുക്കളുണ്ട്. വെറുതെ സമയം പാഴാക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരും ചോദിക്കാറുണ്ട്, നീ സീരിയസ് ആയിട്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത്. അപ്പോൾ ഒരു ലവ് തോന്നുന്നു അല്ലെങ്കിൽ എനിക്കൊരു പ്രണയം തോന്നുന്നു വേറൊരാളിനോടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ആലോചിക്കും. പലപ്പോഴും ചോദിക്കാറുണ്ട്, വെറുതെ ടൈം പാസിനാണോ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ചോദിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ അവർ സീരിയസ് ആയിട്ട് ആലോചിക്കും. അപ്പോൾ അത് സ്വന്തമായിട്ട് ആലോചിച്ച് റാഷണലായിട്ട് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. തീർച്ചയായും. അതുപോലെ തന്നെ ഇതേ സെയിം സിനാരിയോ തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. പലരും പറയുന്നത് അറിയാതെ വീണുപോയി അല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയി, എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ കോൺഷ്യസ് ആയിട്ടുള്ള വോളണ്ടറി ആയിട്ടുള്ള വില്ലിങ്നെസ്സോടുകൂടെ തന്നെ ഫ്രീ വില്ലിൽ അവരെടുത്ത ഒരു ഡിസിഷൻ്റെ ബേസിലാണ് ആക്ച്വലി ഇത് ഇവോൾവ് ചെയ്ത് വരുന്നത് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആക്ച്വലി ഈ റിലേഷൻഷിപ്പിനകത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ലവ് മാരേജസിൻ്റെ കേസിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഒരു മെയിലും ഫീമെയിലും സെക്ഷുവൽ റിലേഷൻഷിപ്പിനകത്തുണ്ടാവുന്ന കോസ്റ്റ് ജനറലി മെയിലിനും ഫീമെയിലിനും ഒരുപോലെ അല്ല. കൂടുതലും ഹാം ഉണ്ടാക്കുന്നത് ഫീമെയിലിനായിട്ടാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. സാധാരണ നമ്മളെ നാട്ടിൽ പറയുമല്ലോ, മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളി വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പം ഈ ലവ് മാരേജ് അല്ലെങ്കിൽ റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷൻസ് പലപ്പോഴും ഹിസ്റ്ററി എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഫീമെയിൽസ് വിചാരിക്കുന്നത് സെക്ഷുവൽ റിലേഷൻഷിപ്പിനകത്തേക്ക് ഇൻവോൾവ് ആയാലേ ആ മെയിലിന് എൻ്റെ അടുത്തൊരു ഇൻറ്റിമസി ഉണ്ടാവുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പലപ്പോഴും മാരേജിന് മുന്നേ ഫീമെയിൽസ് കൂടുതലും സെക്ഷുവൽ റിലേഷൻഷിപ്പിനകത്തേക്ക് ഇൻവോൾവ് ആവുന്നത്. അത് പിന്നീട് വലിയ രീതിയിലൊരു കോൺസിക്വൻസാണ് ഉണ്ടാകുന്നത്. കാരണം ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റാണ് ആക്ച്വലി മറുസൈഡിൽ നിൽക്കുന്ന മെയിലിനോടുണ്ടാകുന്നത്. പക്ഷേ മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഫീമെയിലിനോടുണ്ടാകുന്നത് കൂടുതലും ഒരു ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതായത് സാധാരണ നമ്മൾ പറയാറില്ലേ, മെയിൽസൊക്കെ തന്നെ ഈവൻ ഹ്യൂമൻ ബീയിങ്സിനെ പോലും ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. ഫീമെയിൽസൊക്കെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെ ഇൻക്ലൂഡ് ഹ്യൂമൻ ബീയിങ്സും മറ്റു ഒബ്ജക്റ്റുകളെയും ഹ്യൂമൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പെർസെപ്ഷൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം മാരേജിന് മുന്നേ ഉള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിനകത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഈ മുമ്പുണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റും താല്പര്യവും പലപ്പോഴും കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഫീമെയിൽസൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് മാരേജിന് മുന്നേ നടക്കുന്ന സെക്ഷുവൽ റിലേഷൻഷിപ്പുകളിലൊക്കെ തന്നെ ഫീമെയിൽ ഒരു ഇൻറ്റിമസി ഉണ്ടാക്കുമെങ്കിൽ മെയിൽസ് പലപ്പോഴും പിന്നീട് ഈ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അവേർഷൻ കാരണം അവരുടെ ഒരു താല്പര്യം കുറഞ്ഞാണ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ കാഴ്ചപ്പാട് എന്താണ്? നേരത്തെ പറഞ്ഞത് എക്സ്ട്രാമാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അത് വോളണ്ടറി ആയിട്ടും വില്ലിങ്നെസ് ആയിട്ട് തന്നെയാണ് ആൾക്കാർ തീരുമാനം എടുത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന കാര്യം എപ്പോഴും ഒരാളിന് ഒരൊറ്റ ചോയ്സ് മാത്രമായിരിക്കില്ല എപ്പോഴും ഉള്ളത്. ഉണ്ടായിരുന്നതിൽ സ്യൂട്ടബിളായിട്ടുള്ള ഒരാളിനെയാണ് ആൾക്കാർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ചോയ്സ് നമുക്ക് സമൂഹത്തിൽ അവൈലബിൾ ആയിരിക്കാം. ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ അയൽക്കാരിലോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന സ്ഥലത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാവാം.
അപ്പോൾ അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ആൾക്കാരെ ആകർഷിക്കും. അപ്പോൾ അവർ മറ്റൊരാൾ ആകർഷിക്കുന്നതെന്ന് അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ കുറവുകൾ അത് ഇതുവരെ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതായിട്ടാണ് അതിനെ ബാധിക്കും, അതിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അപ്പം ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ കുറവുള്ളതുകൊണ്ടാണ് ഒരാൾ വേറൊരാളിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യനെ സംബന്ധിച്ച് ആൾക്കാർ ഹെട്രോസെക്ഷലാണ് ശരിക്കും ഒന്നിലധികം. ബേസിക്കലി അവരുടെ പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ട് പിന്നെ ഒരാളിൽ അല്ലെങ്കിൽ രണ്ടുപേരിലോ ഒതുങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ വൈഡായിട്ട് ഉള്ള റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. പോളിഗമിയാണോ? പോളിഗമി ഞാൻ ആ കാര്യമാണ് ഉദ്ദേശിച്ചത്. മൊണോഗമി പോളിഗമി എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഹിസ്റ്റോറിക്കലി പൊളിഗമി സൊസൈറ്റികളിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പല പഠനങ്ങളിലും കാണുന്നതെന്ന് വെച്ചാൽ 2 സിറ്റുവേഷൻസിലാണ് ആൾക്കാർ പൊളിഗമിയിലേക്ക് പോയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് മെയിൽസ് ഭയങ്കരമായിട്ടുള്ള വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് ഫീമെയിലുമായിട്ടുള്ള ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് വാറിൽ മെയിൽസ് കൂടുതലായിട്ട് മരിക്കുന്ന സമയത്ത് മെയിൽസിൻ്റെ എണ്ണം ഭയങ്കര കുറവായിരിക്കും ഒരു സൊസൈറ്റിയിൽ. ആ സമയത്തുമാണ് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുമ്പോൾ ഈ പോളിഗമസ് ആയിട്ടുള്ള ഇവൻറ്റുകൾ കാണാനായിട്ട് കഴിയുക. പക്ഷേ ഈ പോളിഗമി എന്ന് പറയുന്നത് മാരേജ് തന്നെയാണ്. നമ്മളതിനകത്ത് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നൊരു കാര്യം, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും പോളിഗമിയും ഒന്നല്ല. പോളിഗമി എന്ന് പറയുന്നത് മാരേജ് തന്നെയാണ്, ആക്ച്വലി മാരിറ്റൽ റിലേഷൻഷിപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാളെ മാരേജ് ചെയ്യും, മറ്റുള്ളവരെ അഡീഷണൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പം ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഹിസ്റ്റോറിക്കലി എല്ലായിടും ഉണ്ടായിരുന്നു. പക്ഷേ പോളിഗമി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ 2 സിനാരിയോയിലാണ് ആക്ച്വലി ഹിസ്റ്റോറിക്കലി കാണുന്നത്. അല്ല, അത് സമൂഹം ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥകൾ. അതെ. അപ്പം സമൂഹം ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥകളിൽ ഒരാൾക്ക് ഒന്നിലേറെ പങ്കാളികൾ അനുവദനീയമായ കാലഘട്ടത്തിൽ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതിപ്പം നമുക്ക് നിയമം അനുവദിക്കുന്നില്ല. പിന്നെ നിയമം അനുവദിച്ചിരുന്നെങ്കിൽ ചിലപ്പം പലരും ഒന്നോ അതിലധികം വിവാഹം കഴിച്ചേനെ ഒരേ സമയം തന്നെ. അത്രയും പാർട്ട്നേഴ്സ് അവർക്ക് ഉണ്ടായേനെ. അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇതിപ്പം നമുക്ക് സമൂഹത്തിൽ അതിനെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ലൈംഗികതയെ സംബന്ധിച്ച് പുരുഷനെ സംബന്ധിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്, പുരുഷൻ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് പ്രണയിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളതാണ്. എത്രത്തോളം വാസ്തവമൊന്നും അറിയില്ല. എന്നാൽ സ്ത്രീ ലൈംഗികത കൊടുത്തിട്ട് പ്രണയം പിടിച്ചു പറ്റുന്നു. പുരുഷന്റെ സ്നേഹം അതെ. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇൻറ്റിമസ്. അപ്പം പുരുഷൻ വിചാരിക്കുന്നത് സ്ത്രീ സ്വയം സമർപ്പിച്ചാൽ മാത്രമേ അവരുടെ സ്നേഹം നമുക്ക് കിട്ടുകയുള്ളൂ, കംപ്ലീഷൻ എന്നുള്ള രീതിയിലാണ്. അതെ. ഇനി സ്ത്രീ വിചാരിക്കുന്നത് ഞാൻ എന്നെ തന്നെ പുരുഷനെ സമർപ്പിച്ചാൽ മാത്രമേ എൻ്റെ വിശ്വാസ്യത അങ്ങേർക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പം പ്രണയം കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും സ്നേഹം നേടിയെടുക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശമാണ്. അപ്പം പുരുഷൻ വിചാരിക്കുന്നത് സ്നേഹിക്കുന്നത് തന്നെ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ്. ഇത് കുറച്ച് നമ്മുടെ പലരുടെയും അഭിപ്രായത്തിൽ നിന്നും ഇത് ഏകദേശം ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫീമെയിൽസ് കൂടുതലും സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഇൻറ്റിമസി എയിം ചെയ്യുമ്പോൾ സെക്ഷൽ ആയിട്ടുള്ളൊരു ഫുൾഫിൽമെൻ്റ് ആണ് മെൻ ആക്ച്വലി സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്ന് എയിം ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോയിന്റും 2 ഐഡിയയും ഒരുപാട് ഓവർലാപ്പ് ചെയ്ത് സിമിലർ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം സ്റ്റേൺബെർഗിൻ്റെ ഒരു തിയറി ഉണ്ട് ആക്ച്വലി, ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്നാണ് പറയുന്നത്. അതായത് 3 കമ്പോണൻ്റ് ആണ് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് ഫങ്ഷനിങ് ആക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. 1 ഇൻറ്റിമസി, 2 കമ്മിറ്റ്മെൻറ്റ്, 3 പാഷൻ. ഇപ്പോൾ ഇൻറ്റിമസി എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. ആക്ച്വലി നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ 2 വ്യക്തികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ് ആണ് ആക്ച്വലി ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതേസമയം പാഷൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ ആസ്പെക്റ്റിലാണ്, ഫിസിക്കൽ അട്രാക്ഷൻ്റെ ബേസിലാണ്. അതുപോലെ തന്നെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ് കമ്മിറ്റ്മെൻറ്റ്. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ 3 ഫാക്ടറും ഫുള്ളി ഫങ്ഷനിങ് ആയിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം ഇതിൽ ഏതെങ്കിലും 2 എണ്ണമെങ്കിലും ഫങ്ഷനിങ് ആയിട്ടുണ്ടെങ്കിൽ ഒരുവിധം നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് പോകുമെന്നാണ് പൊതുവിൽ കാണുന്നത്. അതിനെക്കുറിച്ച് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അല്ല, ഏത് ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനം കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. അവർക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്, പിന്നെ അവർ എങ്ങനെ അവരുടെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഡിമാൻഡ് എന്താണ്, ഈ ഒരു പാർട്ട്ണർ ലോങ് ടൈം പാർട്ട്ണർ ആണോ അല്ലയോ എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. കമ്മിറ്റ്മെൻറ്റ് ലോങ് ടൈം പാർട്ട്ണറിനോട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ലോങ് ടൈം പാർട്ട്ണർ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആളോട് മാത്രമേ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ആ പ്രണയത്തിൽ ഈ കാര്യങ്ങൾ വർക്കൗട്ടാണ്.
ഇപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഹിസ്റ്റോറിക്കലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യൻ മാരേജ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഫാമിലി സിസ്റ്റമാണ് ഇന്ത്യയിലെ സിസ്റ്റം എന്ന് പറയാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഡിവോഴ്സ് റേറ്റുകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്, പക്ഷേ ഫങ്ഷനിങ് ആയിട്ടുള്ള മാരിറ്റൽ റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്ത്യയിൽ മാരേജസ് ബ്രേക്ക് ആവാതിരിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സോഷ്യൽ സ്റ്റാറ്റസ് പോവും എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതാണ്. അല്ല, അവരുടെ ഇടയിൽ എത്ര ഫങ്ഷനിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറല്ലേ ആക്ച്വലി ഈ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പുറത്ത് മാരിറ്റൽ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിൻ്റെ പുറത്താണെങ്കിലും മാരിറ്റൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. അവർക്കും നല്ലതാണ്, സൊസൈറ്റിക്ക് നല്ലതാണ്, വളർന്നു വരുന്ന കുട്ടികളെക്കാളും നല്ലതാണ് ഡിവോഴ്സ് ആവുന്നതിനേക്കാളും. പക്ഷേ ഈ സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് ഒരു മീനിങ് കണ്ടെത്താനുള്ളൊരു സോഴ്സായിട്ട് മാറണ്ടേ മാരേജ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ? എന്നാലല്ലേ നമ്മുടെ ഇന്ത്യൻ ഫാമിലി സിസ്റ്റത്തിൽ മാരേജ് ഫങ്ഷനിങ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, മാരേജ് ഫങ്ഷനിങ് എന്ന് പറയുമ്പം പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-15% മാത്രമായിരിക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലെവലിൽ, ഉദ്ദേശിക്കുന്ന ലെവലിൽ ഫങ്ഷനിങ് ആവുന്നുള്ളൂ. പിന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലുള്ളതും ഒരു 10-15% ആയിരിക്കും. അപ്പോൾ ഇതിനിടയിലുള്ള 15-ന് ശേഷമുള്ള 30, ബാക്കി 70% പേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. അതിൽ 50-ന് മുകളിലോട്ടുള്ളവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കുറച്ച് ന്യൂനതകളായിരിക്കും, അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി 50%-ന് താഴെയുള്ള കേസിൽ നെഗറ്റീവ്സ് കൂടുതലായിരിക്കും, എന്നിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പോൾ നമ്മൾ ഏത് സിസ്റ്റം എടുത്താലും ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള മിഡിലായിട്ടുള്ളതിൽ ആവറേജിൽ എണ്ണം കൂടുതൽ തന്നെയായിരിക്കും. പോസിറ്റീവും നെഗറ്റീവും ഉള്ളവർ എണ്ണം വളരെ കുറവായിരിക്കും. പിന്നെ പുരുഷൻ ലീഡ് ചെയ്യുന്നൊരു ഫാമിലി സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യൻ ഫാമിലി സിസ്റ്റം ഇപ്പോൾ ഉള്ളത് തന്നെ. കാലാകാലങ്ങളായിട്ട് വന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പം ലീഡ് ചെയ്യുന്നതും പുരുഷൻ തന്നെയാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം പുരുഷനായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ത്രീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിലാണെങ്കിലും അല്ലെങ്കിൽ ലവ് മാരേജിലാണെങ്കിൽ തന്നെയും കല്യാണം കഴിഞ്ഞ് ഒരാൾ ഫാമിലി പുരുഷൻ ലീഡ് ചെയ്ത് പോകുന്നു. വളരെ കുറച്ച് കേസിൽ സ്ത്രീ ലീഡ് ചെയ്ത് പോകുന്ന കേസുകളുണ്ട്. മസ്കുലിനായിട്ടുള്ള ഫീമെയിൽസ് ഉണ്ടായിരിക്കാം. അപ്പം ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. ഒരു ഹെഡ് എന്തായാലും ഉണ്ടാവും. അപ്പം ഇവർ തമ്മിൽ പിന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഉള്ള ഫാമിലി വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഫംഗ്ഷനായിട്ട് പോകുന്ന നല്ല ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ചില ഫാമിലി ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് സ്വന്തമായിട്ട് വരുമാനമുള്ള സ്ത്രീകൾ ഇതിൽ നിന്ന് മാറി നിൽക്കാം എന്ന് പറയുന്നത്. അത് അവരുടെ മാരേജിൽ നിന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇപ്പം അവർക്ക് സെക്യൂരിറ്റിയെക്കാളും ഇൻസെക്യൂരിറ്റിയാണ് അതിൽ കൂടുതലെങ്കിൽ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കും പോലത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകാൻ മാത്രമേ സ്ത്രീക്ക് ആഗ്രഹിക്കാൻ പറ്റൂ. പലപ്പോഴും പലർക്കും പറ്റാറില്ല. ചിലർ അതിനെ വിജയിക്കാറുണ്ട്, ഫാമിലി സപ്പോർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉള്ളവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി ചിന്തിക്കാറുണ്ട്. ഈ ലവ് മാരേജിന് ചേട്ടൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ് ആക്ച്വലി? പ്രോബ്ലം വീട്ടുകാരുടെ സപ്പോർട്ടില്ലായ്മ, അല്ലെങ്കിൽ അവർ കുറേ ഫാൻറ്റസിയിലായിരിക്കും ജീവിക്കുന്നത്. അമിത പ്രതീക്ഷയായിരിക്കും, ഓവർ എക്സ്പെക്റ്റേഷൻസ് എന്നുള്ളത് ഇതിനകത്ത് ലവ് മാരേജിൽ ഒരുപാടുണ്ടാവും. കാര്യം അവർ വിവാഹത്തിന് മുമ്പ് അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ചിന്തകളായിരിക്കുമല്ലോ, ഒരു ഓവർ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും, പ്രതീക്ഷകൾ ഒരുപാടായിരിക്കും. പക്ഷേ അപ്പം ഫാസിനേഷൻസ് ഒരുപാട് കൂടുതലായിരിക്കും. വിവാഹത്തിലോട്ട് എത്തുമ്പോൾ അവർ പ്രോപ്പർ റിയാലിറ്റിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അതുവരെ വിവാഹത്തിൽ എത്തുമെന്ന് അവർക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചിന്തിക്കാൻ പറ്റും, സ്വപ്നങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അവർ പരസ്പരം കറക്റ്റ് അവരുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി അപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. അത് എനിക്ക് തോന്നുന്നത് ലവ് ആയിരിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്നത്. നെഗറ്റീവ്സിനെയൊക്കെ അത് മറ്റേ ആൾ നെഗറ്റീവ്സ് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് മറ്റൊരാളിന് കൊടുക്കുന്നത്. ആ ബെസ്റ്റ് പാർട്ടായിരിക്കും മറ്റേ ആൾ കാണുന്നത്. എന്നാൽ വിവാഹത്തിലോട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് അത്രയും അഡ്ജസ്റ്റ് ചെയ്യും. കാരണം അവർ ഒരുമിച്ചാണല്ലോ. അപ്പം അത്രയും അവർക്ക് ഒരുപക്ഷെ ബെസ്റ്റ് മാത്രം കൊടുക്കാൻ പറ്റില്ല. റിയാലിറ്റിയിലോട്ട് വരുമ്പം നെഗറ്റീവ്സ് കൂടുതൽ കാണേണ്ടി വരും. അപ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ മറ്റൊരു മുഖം, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നോ എന്ന് പോലും കാണുന്നത് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഓണസ്റ്റായിട്ട് ഈ ഡേറ്റിങ്ങിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലരും പരസ്പരം മറച്ചു വയ്ക്കുകയാണ്.
ഒരാൾ വിചാരിക്കണം ആളെന്തോ മറച്ചു വെക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മറച്ചു വെക്കാം, അപ്പം ഞാൻ മറച്ചു വെക്കുന്നതുകൊണ്ട് ആളും മറച്ചു വെച്ചുകൊള്ളട്ടെ എന്നുള്ളൊരു മ്യൂച്വൽ ധാരണയിലാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ധാരണയാണ് പിന്നീട് മാരേജിന് ശേഷം റിയാലിറ്റിയിലേക്ക് വരുമ്പം പൊളിയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ലവ് മാരേജ് ബ്രേക്ക് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഈ ലവ് മാരേജ് ആണെങ്കിലും ഓണസ്റ്റായിട്ട് നേരത്തെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാൻസ്പാരൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ റിയാലിറ്റി നമ്മളെ വളരെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തിരുന്നാൽ പോലും അവർ ലൈഫ് കുറേ കൂടെ മെച്യൂറായിട്ടല്ലേ കൊണ്ടുപോകുക. ആക്ച്വലി ഇപ്പം പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, വളരെ ലോവർ ഏജിൽ കല്യാണം കഴിച്ച ആൾക്കാർ മാരേജിന് ശേഷം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുമ്പ് ഒരു മാരേജ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ രീതിയിലുള്ളൊരു മെച്യൂരിറ്റിയാണ് ആക്ച്വലി ഈവൻ ലവ് മാരേജ് ആണെങ്കിൽ പോലും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ. ആൺകുട്ടികളെക്കാളും കൂടുതൽ ഈ മെച്യൂരിറ്റി കൂടുതലായിട്ട് വരുന്നത് പലപ്പോഴും പെൺകുട്ടികളാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഒരു വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ അഡാപ്ഷൻ ആക്ച്വലി അവരെ വളരെ മെച്യൂറാക്കുന്നതായിട്ടാണ്, മെച്യൂറും കറേജസും സ്ട്രോങ്ങും ആക്കി മാറ്റുന്നതായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. അപ്പം ആക്ച്വലി ലവ് മാരേജ് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ആക്ച്വലി മാരേജിന് ശേഷം. അല്ല, അത് വളരെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തിനാണ് അവർ ആ ഒരു ലവ് റിലേഷൻഷിപ്പിലോട്ട് പോയി എന്നുള്ളതാണ്. അവരുടെ എയിം എന്താണ്, അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്. ചിലർ വിവാഹത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കും, ചിലർ ഷോർട്ട് ടൈം റിലേഷൻഷിപ്പിലായിരിക്കും. അപ്പം വിവാഹത്തിൽ എത്തണമെങ്കിൽ മാത്രമല്ലേ നമ്മളിങ്ങനെയൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കേണ്ട കാര്യമുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതെ, മറച്ചു വയ്ക്കുന്ന. അപ്പം അവർ ഹൈഡ് ചെയ്യും. കാരണം അവരുടെ എയിം മറ്റെന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും. പിന്നീടാണ് ആൾക്കാർ ഓരോന്നായിട്ട് റിവീൽ ചെയ്ത് വരുന്നത്. പരസ്പരം മനസ്സിലാക്കി വരുമ്പോൾ അവരുടെ ഗുഡ് ക്യാരക്ടേഴ്സ്, ബാഡ് ക്യാരക്ടേഴ്സ് എല്ലാം പറയും. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ക്യാരക്ടർ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവർ എയിം ചെയ്യുന്നത് ഒരു മാരേജ് എന്നുള്ളതിൽ എയിം ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അപ്പോഴേക്കും മാത്രമായിരിക്കും അവരുടെ നെഗറ്റീവ്സ് അവർ തന്നെ സ്വയം പറയുന്നത്. കാരണം അവരുടെ ലക്ഷ്യം മാരേജ് ആണ്. ആ പങ്കാളിക്ക് നേരത്തെ തന്നെ ഒരു അവയർനെസ് കൊടുക്കുക എന്നൊരു ബോധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ പോകും. ആ നല്ല രീതിയിൽ പോകുന്നൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, കാരണം പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് അവർ മാരേജിലോട്ട് എത്തുന്നത്. അങ്ങനെയുള്ള മാരേജിൽ ആ മാരേജ് ലോങ് ടൈമിൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കും. അറേഞ്ച്ഡ് മാരേജിനേക്കാൾ വളരെ സക്സസ്ഫുൾ ആയിരിക്കും ഇത്തരത്തിലുള്ള ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള മാരേജ്. എന്നാൽ ഹൈഡ് ചെയ്തിട്ടുള്ള മാരേജുകളാണ് പിന്നീട്, അതായത് ലവ് പീരീഡിൽ അവർ ഹൈഡ് ചെയ്യുകയും പിന്നീട് മാരേജിലോട്ട് എത്തുമ്പോൾ പിന്നെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ പിന്നെ ഒരു ഡ്രിഫ്റ്റ് അപ്പോഴേക്കായിരിക്കും പിന്നെ ഈ ഒരു നെഗറ്റിവിറ്റി അവരുടെ ഫാമിലിയിൽ ഡിസ്ഫങ്ഷനിങ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് എത്തുന്നത്. ഈ കാര്യം അറേഞ്ച്ഡ് മാരേജിലും ഉണ്ട്. പലതും മറച്ചു വെച്ചുകൊണ്ടുള്ള അറേഞ്ച്ഡ് മാരേജിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ആ നടന്നിട്ടുള്ള മാരേജുകളെല്ലാം മാരേജിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മറ്റ് കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അവർ പ്രതികരിക്കും. അത് ഡിസ്ഫങ്ഷനിലോട്ട് പോകാറുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഏജിലോ സാമ്പത്തിക സ്ഥിതിയിലോ വിദ്യാഭ്യാസ നിലവാരത്തിലോ ഒക്കെ പലതും മറച്ചു വെച്ചുകൊണ്ട്, ചിലപ്പം ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു വിവാഹത്തിലോട്ട് എത്തുന്ന അറേഞ്ച്ഡ് മാരേജ് പോലും ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ ഒരുപാട് കൂടുതൽ തന്നെയായിരിക്കും ലവ് മാരേജ്. ഇപ്പോൾ ഫാമിലി ഇടപെട്ടിട്ടാണല്ലോ അറേഞ്ച് മാരേജ് ചെയ്യുന്നത്. അതുപോലും പരസ്പരം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജും ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലവ് മാരേജിലാണെങ്കിൽ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നൊരു സിനാരിയോ ഉണ്ട്. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കാത്ത ഒരു സിനാരിയോ ഉണ്ട്. അതായത് ഇപ്പോൾ ലവ് മാരേജ് ആകുമ്പോൾ പരസ്പരം രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് തന്നെ അറിയാമല്ലോ ആൾ പരസ്പരം മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് എന്നോട് പറഞ്ഞതാണോ എന്നുള്ളത്. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണ് ആക്ച്വലി ആ ഏരിയയെക്കുറിച്ച് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പരസ്പരം സംസാരിക്കാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ട് തന്നെ അവരതിനെക്കുറിച്ച് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഓൾഡ് ജനറേഷൻ്റെ മാരേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ പോകുന്നു, അവർ 1-2 മിനിറ്റ് സംസാരം, പിന്നെ കല്യാണത്തിൻ്റെ അന്നാണ് കാണുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് വരുന്നില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യം ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പിന്നീട് അറിയുന്ന സാഹചര്യം ആ സിനാരിയോയിൽ വരുന്നില്ല. പക്ഷേ ഈ ലവ് മാരേജ് ആകുമ്പം പറഞ്ഞ കാര്യം ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പിന്നെ അറിയുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് ഒരു ട്രസ്റ്റുള്ള അല്ലെങ്കിൽ ഇൻറ്റിമസി ഉള്ള റിലേഷൻഷിപ്പായിട്ട് വരാൻ പറ്റില്ല എന്നുള്ളത്. അത് ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും, കാരണം നമുക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടും
സംസാരിക്കാത്ത കാര്യം. അതെ അതെ, അത് വലിയ അവസരം ഉണ്ടായിട്ടും നമ്മൾ മറച്ചു ഓപ്പോസിറ്റ് ആയിട്ട് പറയുക എന്നുള്ളത്, പിന്നീട് ഒറിജിനൽ എന്താണെന്ന് അറിയുക, അത് ഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അത് ലവ് മാരേജിൽ കൂടുതലാണ്. അതെ, ലവ് മാരേജ് കൂടുതൽ. കാരണം ലവ് മാരേജിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ആണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നമ്മളെ പാർട്ണറെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാണ്. അപ്പം അതങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് പലർക്കും ഷോക്കായിരിക്കും. എന്നാൽ അറേഞ്ച്ഡ് മാരേജിൽ എല്ലാവരും കണ്ണടച്ച് ലോട്ടറി എടുക്കും പോലെയാണ്. എല്ലാം നമ്മൾ വരുന്നത് റിസപ്റ്റീവ്നെസ് കൂടുതലാണ്. കാരണം നമുക്ക് പോസിറ്റീവായി കിട്ടുമ്പം അവരുടെ എൻകറേജ്മെന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണേ എന്ന് വിചാരിക്കും, ഇന്ന ക്വാളിറ്റീസ് ഉള്ള ആളായിരിക്കണേ. അപ്പം വിവാഹത്തിലോട്ട് എത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അറിയുന്നത് അവർ നമ്മൾ പ്രതീക്ഷിച്ച ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൂടുതലാണ്. അതിനുശേഷമായിരിക്കും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത് തന്നെ. അപ്പം നേരത്തെ പറയാനോ രക്ഷിതാക്കൾക്ക് പറയാനോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പറയാനോ പറ്റാത്ത കാര്യങ്ങൾ അവർക്ക് അറേഞ്ച്ഡ് മാരേജിൽ പറയാം. ശരിക്കും അറേഞ്ച്ഡ് മാരേജിൽ അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ലവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ക്രിയേഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ. ഈ സിനാരിയോയിൽ ഞാൻ സാധാരണ പലരോടും പറയാറുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ നിഖിലിൻ്റെ സ്റ്റോറി. ആക്ച്വലി നിഖിലിൻ്റെ മാരേജ് അറേഞ്ച്ഡ് മാരേജാണ്. ഒരു ദിവസം ഫാദർ നിഖിലിനോട് പറയുകയാണ് നമുക്കൊരു സ്ഥലം വരെ പോകണം. അപ്പം പുള്ളിക്കാരൻ വിചാരിച്ച് എന്തെങ്കിലും, പുള്ളിക്കാരൻ ഈ സർവീസൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് വല്ല കമ്പ്യൂട്ടർ നന്നാക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വരികയാണ്. അപ്പോൾ നിഖിൽ ചോദിച്ച് അപ്പോൾ ടൂൾസ് വല്ലതും എടുക്കണമെന്ന് ചോദിച്ചു. ആക്ച്വലി വേണ്ട, ടൂൾസ് ഒന്നും വേണ്ട, എല്ലാം അവിടെ ഉണ്ട്, നമ്മൾ പോയാൽ മതിയെന്ന്. അങ്ങോട്ട് പോണ വഴിക്കാണ് നിഖിലിനോട് പറയണത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാ, കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അവസാനം അവിടെ പോകുമ്പോഴാണ് നിഖിൽ അറിയുന്നത് ഇത് മാരേജ് പ്രപ്പോസലാണെന്നുള്ള. ആക്ച്വലി അവിടെ പോയി അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നടന്നു, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ ജെന്യൂനായിട്ട് വോളണ്ടറി ആയിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ലിങ് ആവും. മറ്റേ കേസിൽ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചാൽ ഓവർ എക്സ്പെക്റ്റേഷൻസിലായിരിക്കും ലവ് മാരേജ് വരുന്നത് കാരണം തന്നെ ഈ പറഞ്ഞ പോലെ അത് റിയാലിറ്റിയിൽ പിന്നെ കിട്ടാതെ വരുമ്പം പിന്നീട് വലിയ രീതിയിലുള്ള കൺഫ്രണ്ടേഷനിലേക്കാണ് പോകുന്നത്. അപ്പം അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ഈ കോൺവെർസേഷനിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിലും അത് നമ്മൾ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും സാക്രിഫൈസ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് എനിക്ക് തോന്നുന്നു ഈ അറേഞ്ച്ഡ് മാരേജിൽ എന്തായാലും കൂടുതൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. അത് ശരിയാണ്. കൂടുതലും പരസ്പരം അറിയാത്ത രണ്ടാൾക്കാർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീട്ടുകാരെ സെലക്ട് ചെയ്ത് അവരെ ഒരുമിച്ചാക്കുന്നു. പിന്നെ അവർ സർവൈവ് ചെയ്യാനുള്ള ശ്രമമാണ്. അതെ, ആ സർവൈവലിന് വേണ്ടി അവർ മാക്സിമം കമ്മിറ്റ്മെന്റ് ട്രൈ ചെയ്യും. കാരണം അവർക്ക് പിന്നെ സീറോയിൽ നിന്ന് തുടങ്ങുകയാണ്. അവർക്കൊന്നും പരസ്പരം അറിയാത്ത ആൾക്കാർ, ഒരു പ്രതീക്ഷയില്ലാത്ത ആൾക്കാർ, രണ്ടുപേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു മ്യൂച്വൽ എയിം വെച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ ഇടയിൽ അറേഞ്ച്ഡ് കം ലവ് മാരേജ് ആണ് സംഭവിക്കുന്നത്. ആദ്യം അറേഞ്ച്ഡ് മാരേജ് സംഭവിക്കുകയാണെങ്കിലും അതിനുശേഷം ലവ് സംഭവിക്കുക. അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ട് വരുന്ന വേറൊരു മാരേജ് ഡൊമൈനാണ് സെമി അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞ്. ഈ 2020 ശേഷമൊക്കെയാണ് കൂടുതലും ആ ഒരു ട്രെൻഡ് കാണുന്നത്. അപ്പം ബൈ ഡെഫിനിഷൻ പറയുന്നത് ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതായത് ഈ ആളെ ചൂസ് ചെയ്യുന്നത് പാരൻസ് ആണ്, പക്ഷെ ആളെ വേണോ വേണ്ടയോ എന്ന് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആയിരിക്കും. ഇപ്പം ഓപ്ഷൻസ് കൊടുക്കുകയാണ് ആക്ച്വലി പാരൻസ് ചെയ്യുന്നത്. എന്നിട്ട് അത് കൂടുതലും റിയൽ വേൾഡിലുള്ള റിലേഷൻഷിപ്പുകളായിരിക്കും. എന്നിട്ട് ഇവർ പരസ്പരം സംസാരിച്ചിട്ട് ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ, പരസ്പരം ഒത്തുപോകാൻ പറ്റുന്ന സാഹചര്യമാണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ട് അവർ തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുകയാണ്. അതാണ് ആക്ച്വലി ഈ സെമി അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ മാരിറ്റൽ പ്രൊപ്പോസൽ നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ എന്നെ ദൈവം വലിയ രീതിയിൽ അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു ആക്ച്വലി എൻ്റെ വൈഫുമായിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് കാണാൻ പോകുന്നതിൻ്റെ അന്ന് തന്നെ ആക്ച്വലി 1.25 മണിക്കൂറോളം പുള്ളിക്കാരിയുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചായിരുന്നു. അതിനുശേഷം പിന്നീട് മാരേജിന് മുന്നേ ആ പെണ്ണ് കാണാൻ പോയത് മുതൽ അതിനുശേഷം പലവട്ടം നമ്മൾ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുകയും ഡേ ടൈമിൽ കാണുകയും പല കാര്യങ്ങൾ സംസാരിക്കും. ആക്ച്വലി ഈ പുറത്ത് വെച്ച് കാണുമായിരുന്നു എന്നുള്ളത് നമ്മുടെ പാരൻസിനോ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒന്നും ഇതുവരെ അറിയില്ല. മേ ബി ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും അവർ തന്നെ അറിയുക. ആക്ച്വലി നമ്മൾ പുറത്ത്
പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുമായിരുന്നു, കാണുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓണസ്റ്റായിട്ട് സംസാരിക്കുമായിരുന്നു. ആക്ച്വലി ഈ സെമി അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് അവരെ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് കുറേ കൂടെ മനസ്സിലാക്കാനും കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഗ്രൗണ്ടഡ് ആവാനും ഇൻറ്റിമസി കൂട്ടാനും അത് പിന്നീടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ്ങർ ആക്കി കൊണ്ടുവരുന്നതിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ അനുഭവത്തിൽ അത് വളരെ ശരിയായിട്ടും ഫങ്ഷനിങ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം നമുക്ക് ഇതിന് ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റിംഗ് ആപ്പുകളാണ്, പക്ഷെ അതൊരിക്കലും ഇപ്പം യൂസ്ഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സെമി അറേഞ്ച്ഡ് മാരേജ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ രണ്ടിൻ്റെയും ഡ്രോബാക്സ് കുറയ്ക്കുകയും അഡ്വാൻറ്റേജസ് നമുക്ക് എടുത്തുകൊണ്ട് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ്റെ അതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അല്ല, ഇതൊരു നല്ല കാഴ്ചപ്പാടാണ്. കാര്യം ഈ ഒരു കാര്യം കാരണം ഇവരൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ തുടങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ പ്രൈമറി ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ വീട്ടുകാർ തന്നെ സെലക്ട് ചെയ്ത് ഒരാളിനെ കൊടുക്കുമ്പോൾ ഏകദേശമുള്ള, അതായത് ജാതി, മതം, സാമ്പത്തികം, സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അപ്പോൾ പ്രൈമറി സെലക്ഷൻ കഴിഞ്ഞു, ഇനി സെക്കൻഡറി സെലക്ഷനാണ്. അപ്പോൾ ആ സെലക്ഷനിലോട്ട് വരുമ്പോൾ പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സാണ്. ഈ ചോയ്സ് പരസ്പരം സംസാരിക്കുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അറിയാൻ പറ്റും അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ട്രെൻഡുണ്ട്. കാര്യം ഇപ്പം പരസ്പരം മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കൂടുതലുണ്ട്. വീട്ടുകാരും അധികം റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ അതിന് വെക്കാൻ പോകുന്നില്ല. ഇപ്പം വീട്ടുകാർ തമ്മിൽ ഒരു പ്രപ്പോസൽ കൊടുത്തു, അപ്പോൾ ഇവർ നിനക്ക് ഒരു പക്ഷേ സൂട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം അടിച്ചേൽപ്പിക്കുന്നൊരു പരിപാടി കുറവാണ്. നേരത്തെ കാരണവർ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ഇതാണ് നിന്റെ പെണ്ണ് കെട്ടിക്കോ എന്ന് പറയുമ്പോഴായിരിക്കും കെട്ടുന്നത്. അതുവരെ അവരെ ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും പറ്റാത്ത ആൾക്കാരായിരിക്കും. നിനക്കിതാണ് സൂട്ടബിൾ, ഞങ്ങൾ തീരുമാനിച്ചതാണ്, കല്യാണം കഴിക്കുക, ജീവിക്കാം, ആ പറഞ്ഞ പോലെ കേട്ടൊക്കെ ജീവിക്കുക എന്നുള്ള കാര്യമാണ് അവർ. ഇപ്പോൾ അങ്ങനെയല്ല, പേഴ്സണൽ ചോയ്സ് ഉള്ളതുകൊണ്ട് സെമി അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഫങ്ഷണൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഒരു ഹയർ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലി അപ്പായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇതിപ്പോൾ നേരത്തെ തന്നെ ഇതൊരു ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ നമ്മൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ വേണമെങ്കിൽ തീരുമാനിച്ചോ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ വീട്ടുകാരും ഓക്കെയാണ്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുക, സംസാരിക്കുക, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇതൊരു വിവാഹത്തിലോട്ട് എത്താം എന്നുള്ള രീതിയിൽ നേരത്തെ വരുന്നുണ്ട്. അതൊരു നല്ലൊരു സൂചനയാണ്. പിന്നെ ഈ ഒരു കാര്യം നമുക്കിപ്പം നോർമലി ഉണ്ട്. ഇപ്പോൾ ഒരു വിവാഹം അഥവാ വിവാഹം നിശ്ചയിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് എത്തിയതിന് ശേഷം ഈ ആൾക്കാരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പരസ്പരം മനസ്സിലാക്കാനുള്ള അവസരം ഒരുപാടുണ്ട്. ഈ അവസരങ്ങൾ ഒന്ന് മാരേജിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിൽ എത്താൻ ഉള്ള അവസരമുണ്ട്. ചിലപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇത് വിവാഹത്തിൽ എത്തിയില്ല എന്നും വരും. നെഗറ്റീവും സംഭവിക്കാറുണ്ട്. കാരണം പിന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ചെയ്ത ആൾക്കാർ പിന്നീട് സംസാരിച്ചതിന് ശേഷം സംസാരിച്ച് തെറ്റിപ്പോയ കേസുകളും ഉണ്ട്. പക്ഷെ കൂടുതലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നല്ലതാണ്. നേരത്തെ അവർക്ക് തെറ്റിപ്പോകുന്നത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണോ മനസ്സിലായത്. ഇല്ലെങ്കിൽ ഇത് വിവാഹത്തിന് ശേഷമായിരിക്കും അവർ തിരിച്ചറിയുന്നത് നമ്മളുടെ ആശയങ്ങൾ വ്യത്യാസമായിരുന്നു, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു എന്ന് കല്യാണത്തിന് ശേഷം തിരിച്ചറിയുന്നതിനേക്കാൾ നല്ലത് കല്യാണത്തിന് മുമ്പ് തന്നെ തിരിച്ചറിയുന്നതാണ്. കാരണം ബാക്കി ഇത്രയും ആൾക്കാരുടെ ചിലവ്, മെനക്കേട് ഇല്ലെങ്കിൽ നേരത്തെ മാരേജ് ആയിരുന്നു എന്നുള്ളൊരു നെഗറ്റിവിറ്റിയും കൂടെയാണ്. റീമാരേജിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റിവിറ്റിയാണ്. നേരത്തെ വിവാഹിതയാണോ അല്ലയോ അല്ലെങ്കിൽ വിവാഹിതനാണോ അല്ലയോ എന്ന് പറയുന്നത് ഒരു ഡ്രോബാക്കും കൂടെ. ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം അവരുടെ തെറ്റുകൊണ്ടല്ല. ഇപ്പം ചിലപ്പോഴൊന്നും ഒരാളിന് മറ്റൊരാളുമായിട്ട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു കാര്യം നേരത്തെ ഒഴിവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ ഈ സെമി അറേഞ്ച്ഡ് എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനമുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3 മാസം മുതൽ 6 മാസം വരെ ഒരു പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനും മാരേജിന് മുന്നേ ട്രൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഡേ ടൈമിൽ. ഇപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പലരും ചാറ്റാണ് കൂടുതലായിട്ട് കാണുന്നത്. ചാറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഡേറ്റിങ്ങിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സെമി അറേഞ്ച്ഡ് മാരേജിൻ്റെ കേസിൽ ഫസ്റ്റ് പരിചയപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് ചാറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവർ എഡിറ്റ് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ചിന്തിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ ഉപരി എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ലോങ്ങർ ആയിട്ടുള്ള കോൺവെർസേഷൻസ്
കഴിയുമെങ്കിൽ വീഡിയോ കോൾസ് തന്നെ ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ കഴിയുമെങ്കിൽ നേരിട്ട് തന്നെ ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫേസ് ടു ഫേസ് ഡയറക്റ്റ് സംസാരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരാൾ ഹിപ്പോക്രറ്റ് ആണോ അല്ലേ, ഉള്ളിലൊന്ന് വെച്ചിട്ട് വേറൊന്ന് മറച്ചു വെച്ചിട്ടാണോ പുറത്ത് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക. ഒന്നാമത് നമുക്ക് ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് ഉണ്ടാവുക, എന്നിട്ട് മറ്റേ ആൾ അങ്ങനെ ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ 90% നമുക്ക് മാരിറ്റൽ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതൊരു ഈ പറഞ്ഞ പോലെ ഒരു 3 മാസം മുതൽ 6 മാസം വരെ ആ ഒരു പീരീഡായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ മാത്രമാണ് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ചിലർ ഇങ്ങനെ കുറേ നാൾ നീട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 1 വർഷം കഴിയട്ടെ, 2 വർഷം കഴിയട്ടെ. ആക്ച്വലി അതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ഫെമിലറൈസേഷൻ വന്നു കഴിഞ്ഞാലും റിലേഷൻഷിപ്പ് നമ്മൾ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് മാരിറ്റൽ ലൈഫിനകത്ത് ഒരു ന്യൂനെസ്സും നമുക്കുണ്ടാവില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയല്ലേ? അല്ല, ഈ പറഞ്ഞ കാര്യം നല്ലതാണ്. കാര്യം നമ്മൾ നേരിട്ടുള്ള ഒരു മനുഷ്യനും നേരിട്ടുള്ള ഇടപെടലിലാണ് കൂടുതലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ, അതിനും കുറവാണ് ഓഡിയോ കോളിലൂടെ, അതിനേക്കാൾ ഒരുപാട് കുറവാണ് ചാറ്റിൽ. അപ്പം ഈ ഒരു വ്യത്യാസം നമുക്കറിയാം. ലോങ്ങറായിട്ടുള്ള സംസാരം തന്നെയാണ് എപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന നേരിട്ടുള്ള, അതായത് ഫ്രീ ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർ പ്രഷർ അല്ലെങ്കിൽ 4 പേര് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിനേക്കാൾ അവർ മാത്രമായിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വേറെ എന്തെങ്കിലും ചേട്ടന് പ്രത്യേകിച്ച് ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പ്രൊമോട്ടേഴ്സ്, മാരേജ് കൗൺസിലേഴ്സ്, അവർക്ക് ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിലോട്ട് എത്തുകയാണെങ്കിൽ ഈ ഏജൻസികൾ, ഇപ്പം നമ്മുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ഏജൻസികളാണ് കൂടുതലുള്ളത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം, ഈ ഏജൻസികൾക്ക് പകരം കൗൺസിലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആവണം. ഇപ്പം 2 ആൾക്കാരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിച്ച് ഇവരൊരു റിലേഷൻഷിപ്പിലോട്ട് എത്തണോ അല്ലെങ്കിൽ മാരേജിലോട്ട് എത്തണോ വേണ്ടോ എന്നുള്ളതിന് ഇപ്പം പല മതസ്ഥാപനങ്ങളും പള്ളിയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഉള്ളത് പ്രീ മാരിറ്റൽ കൗൺസിലിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ കൗൺസിലിംഗ് ഒരു പേരിന് വേണ്ടി കൊടുത്തു പോകുന്ന ഒരു സംഭവം ഇപ്പം പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പേരിന് വേണ്ടി ഒരു ഫോർമാലിറ്റി നടത്തി മാറ്റുക. പക്ഷേ ഇൻഡിവിജ്വൽസ് പ്രൈവറ്റ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കാറുണ്ട്. ഇപ്പം മാരേജിന് മുന്നേ അവർ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് സൈക്കോളജിസ്റ്റുമാരുടെ അടുത്തേക്ക് വരാറുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. അല്ലാതെ ഈ മതസ്ഥാപനങ്ങൾ നടത്തുന്ന പലപ്പോഴും കാശിന് വേണ്ടി ഫോർമാലിറ്റി മാത്രമായിട്ടാണ്. നല്ലതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള കൺസൾട്ടിങ് ഏജൻസി ശരിക്കും വേണം. 2 ആൾക്കാർ അവരെ പ്രീ മാരിറ്റൽ അവരുടെ തമ്മിൽ ചർച്ച ചെയ്യിപ്പിക്കാൻ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ പറ്റുന്ന ഏജൻസികളോ ഉണ്ടെങ്കിൽ നല്ല ആശയം. അതുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ 2 പേരുടെ 2 പാർട്ട്നേഴ്സ്, ഇവർ വീട്ടുകാരെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരെ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോഫി ഷോപ്പ് ആയാലും മതി. അപ്പോൾ 2 പേരും പരസ്പരം വന്നിരുന്ന് ഒരു ഗാർഡനിലോ ഒരു കോഫി ഷോപ്പിലോ വന്നിരുന്ന് പരസ്പരം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റേഴ്സ് ഉണ്ടാവും, ആങ്കേഴ്സ് വേണമെങ്കിൽ വെക്കാം, അവർ കൗൺസിലേഴ്സ് ഉണ്ടാവാം, അവരുടെ നേരിട്ടുള്ള ഇടപെടൽ. അപ്പം ഇവർ സംസാരിച്ചതിന് ശേഷം അവരോട് ചോദിക്കാം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു, എന്തെങ്കിലും സംസാരിക്കാൻ വിട്ടുപോയോ, കൂടുതൽ എന്തെങ്കിലും പോയിന്റ്സ് അറിയാനുണ്ടോ, അങ്ങനെയൊക്കെ ഒരു മോട്ടിവേറ്റേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ ഇവരെ ഗ്രൂം ചെയ്തെടുക്കാം. തീർച്ചയായും ഒരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മേഖലയെ കുറിച്ച് സംസാരിച്ചോ, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം എംപ്ലോയ്മെന്റ് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചോ, കുട്ടികൾ എങ്ങനെ ആയിരിക്കണം സംസാരിച്ചോ, വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, വിദേശത്ത് ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി എങ്ങനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഏകദേശ ധാരണ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന സംഭവിക്കാറില്ല. പക്ഷെ പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് ആ പ്ലാനിൽ വരുന്ന പ്രശ്നങ്ങൾ ഡിവീറ്റ് ചെയ്ത് പുതിയൊരു പ്ലാൻ കണ്ടെത്താൻ പറ്റും. അപ്പം ഇതുപോലുള്ള ഏജൻസികൾക്ക്, ഈ ഞാൻ പറയുന്ന ഡേറ്റിംഗ് ആപ്പുകളോ മാരേജ് ബ്യൂറോകളോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു മാരേജിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടിങ് സ്ഥാപനങ്ങളോ കൂടുതൽ ആക്റ്റീവായിട്ട് കൗൺസിലിംഗ് പോലെയുള്ള മേഖലയിലോട്ട് വന്നു കഴിഞ്ഞാൽ, പ്രീ മാരിറ്റൽ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നന്നാക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ബിസിനസ് ഐഡിയ കൂടെയാണ്. കാര്യം ഇനി ഇവർക്ക് തമ്മിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു മെഡിക്കൽ ഇഷ്യൂസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഡൗട്ട് പോലും ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു ഡോക്ടറെയോ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ സെക്ഷലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൂടി ഗൈനക്കോളജിസ്റ്റിനെയോ സെക്ഷോളജിസ്റ്റിനെയോ കണ്ടിട്ട് ഇത് വേണമെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കി വിടാവുന്നതാണ്. തീർച്ചയായും. അപ്പൊ ഇത് വേണമെങ്കിൽ ഒരു ഏജൻസിക്കും കൂടെ ചെയ്യാം. മാരേജ് ബ്യൂറോസിന് വേണമെങ്കിൽ ഇതിനെ കുറെ കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഈ ഒരു കൺസൾട്ടൻസി എന്ന് പറയുന്നത് പലപ്പോഴും ബ്ലഡ് സാമ്പിൾ പോലും റിലേഷൻഷിപ്പ് ചെയ്തിട്ട് നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മാച്ച് ചെയ്യാറുണ്ടോ, ഇവരുടെ ജനറ്റിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ കൂടിയും സപ്പോർട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരാളിന് ഇപ്പം ഇന്ന ആളാണ്, ഇയാളെ നമുക്ക്
മെഡിക്കലി ഫിറ്റ് ആണെന്ന് പോലും ആൾക്കാർ നോക്കാറില്ല, പലതും മറച്ചു വെച്ചിട്ടാണ് ഒരു പക്ഷേ. അപ്പൊ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവണമെന്നാണ് ആൾക്കാർ തമ്മിൽ, വീട്ടുകാർ തമ്മിൽ. നമ്മുടെ ഇപ്പം ഹോറോസ്കോപ്പ് മാച്ച് ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററി, അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹിസ്റ്ററി ഇവാലുവേഷൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ടെക്നോളജി അഡ്വാൻസ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും മാക്സിമം ട്രാൻസ്പെറൻസി ഉണ്ടാവും. ഇപ്പോൾ കഴിക്കുന്നത് ഇപ്പം പല പ്രപ്പോസലുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അണ്ടർ മെഡിക്കേഷൻ ആണോ അല്ലയോ എന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ചോദ്യമാണ്, എന്നോട് ചോദിച്ചില്ലല്ലോ, ചോദിച്ചെങ്കിൽ ഞാൻ പറയാമായിരുന്നു എന്ന് പറയുന്നില്ല. അതെ. അപ്പം ഇപ്പം നമ്മുടെ ഒരു മാരേജ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് പല അസുഖങ്ങളും വരാം. അതിന് മുന്നേ ഉള്ള അസുഖങ്ങൾ എന്താണ്, സൈക്കോളജിക്കലോ ഫിസിയോളജിക്കലോ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇവരെ കമ്മ്യൂണിക്കേഷനിൽ വരേണ്ട കാര്യമാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു ഏജൻസിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ വീട്ടുകാർ തന്നെ ഇടപെട്ട് ഈ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അണ്ടർ ഗൈഡൻസ് അവരെ സപ്പോർട്ട് ചെയ്യാം. ഗ്രൂമിങ്, അവരെ ഗ്രൂം ചെയ്ത് നമ്മൾ ഒരു മാരേജ് കപ്പിൾ ആക്കുക എന്നുള്ളത് അതിലോട്ട് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.